ശരിക്കും നമ്മളങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ ഫീൽ ഉണ്ട്. ഇപ്പോഴും ഫുൾ ത്രോട്ടിലൊന്നും കൊടുത്തല്ലോ, വെറുതെ ഒരു ഇത്തിരി കൊടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വി മോഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വരുന്നത് നമുക്ക് നോർമൽ ഈസി കിട്ടുമെങ്കിൽ ചെറിയൊരു ലാഗ് പറയില്ല ആൾക്കാർ. ഇതിനങ്ങനെ നമുക്ക് തോന്നുന്നില്ല. ആവശ്യത്തിന് പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു ലാഗ് ഫീൽ ചെയ്യണില്ല. നമുക്ക് എക്കണോമിക്കലായിട്ട് കൊണ്ടുകൊടുക്കാനും നല്ലതാണ്. ഇനി വേണ്ട നമുക്ക് ഓടിക്കണം എന്ന് തോന്നിയിട്ട് കാലിലെടുത്ത് പറപ്പിക്കണമെന്ന് വിചാരിച്ചാലും അത്യാവശ്യം വണ്ടി നല്ലതാണ്. അതുപോലെ ടൊയോട്ടയ്ക്ക് പണ്ടേ എങ്ങനെയാണല്ലോ, ഏത് വണ്ടിയാണെങ്കിലും അതിൻ്റെ പ്രൈസ് ഹോൾഡ് ചെയ്യും. വേറെ ഏത് വണ്ടിക്ക് കിട്ടും പിന്നല്ലാണ്ട. അത് ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റാണ്, ബ്രാൻഡിന്റെ പേരിലുള്ള വിശ്വാസമാണ് അത്. ബാക്കി ഏത് വണ്ടി എടുത്താലും ടൊയോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാന്ന് പറയില്ലേ, അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ നല്ല വിസിബിലിറ്റി ഇടാം വണ്ടി, നമുക്കിങ്ങനെ സെഡാൻ താഴേക്ക് ഇരുന്ന് അങ്ങനെ ഓടിക്കുന്ന ഒരു ഇതല്ല. ശരിക്കും അടിപൊളി ചോയ്സ് ഉണ്ടോ ക്യാമറ എന്ന് പറയുന്നത്.
ഇതിലിപ്പം മോട്ടറിൽ നിന്നും എഞ്ചിനിൽ നിന്നും ഒരുമിച്ച് ഇലക്ട്രോണിക്സ് കൊടുക്കുകയാണ്. 230 bhp അല്ലേ? ഹൈബ്രിഡിക്ക് മാറും. അപ്പോൾ നമുക്ക് ഈ വി മോഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വരുന്നത് എന്താ? ബാറ്ററി ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാനുവലി സ്വിച്ച് ചെയ്യാം. അതായത് കംപ്ലീറ്റ്ലി ഇ വിയിൽ മാത്രമായിട്ട് സഡൻ ആക്സിലറേഷൻ കൊടുത്താലൊക്കെ ഇ വി തന്നെ ഇത്. അതിൽ നമുക്ക് അത്രയ്ക്ക് ടൈം പീരീഡ് ഉണ്ട്. 70 ചാർജ് കുറയണമെന്നുണ്ടെങ്കിൽ നേരെ നോർമൽ മോഡിലേക്ക് മാറും. അത് ബാറ്ററി നമ്മുടെ പെർസെന്റേജ് 70 ആയിട്ട് വേണം. അതിൽ നമുക്ക് പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യുമോ? ഇല്ല, വേറെ വ്യത്യാസങ്ങളില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം bhp തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് മാനുവലി സ്വിച്ച് ചെയ്യാന്നുള്ളൂ. മറ്റേത് ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്താവും. നമുക്ക് മാനുവലി നമുക്ക് തന്നെ ഇടാം, ഡിഫോൾട്ട് ആക്കി ഇടാം. അപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി ആക്സിലറേഷൻ കിട്ടും. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസിയും ബെറ്റർ ആയിരിക്കും ഈ വി മോഡിൽ മാത്രം ഓടും. അതായത് ഇവിടെ ഒരു 3 വട്ടം എവിടെയും കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വിയിൽ മാത്രമായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പ്രീവിയസ് ജനറേഷൻ അപേക്ഷിച്ച് കുറച്ചുകൂടി ലെക്സസ് സ്റ്റൈലിങ്ങിലോട്ട് മാറിയിട്ടുണ്ടെന്നാണല്ലേ? ഇന്റീരിയർ ആയാലും ലെതർ ഫിനിഷുകളും മാറിയിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി ആയാലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ഡിസൈനൊക്കെ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലും എല്ലാം കുറച്ചുകൂടി ലെക്സസ് ഇൻസ്പയർഡ് ആയിട്ട് തോന്നാണ് പഴയ നമ്മുടെ ക്യാമറയെ അപേക്ഷിച്ച്. ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസിൽ ശരിക്കും ഒരു വർത്തി ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ബാറ്ററി മാറി, ബാറ്ററി കുറച്ചുകൂടി നിക്കൽ മെറ്റലായിരുന്നു. ഓക്കെ, ഇതിപ്പോ ലിഥിയം അയൺ ബാറ്ററി ആയി. അപ്പൊ കുറച്ചുകൂടി ബാറ്ററിക്ക് പാക്ക് കൂടുതൽ, ബാറ്ററി പാക്ക് ആയാലും മൈലേജ് കാര്യങ്ങൾ കൂടി. മൈലേജ് ഇപ്പോൾ എത്ര വരുന്നുണ്ട്? ഇപ്പൊ 25.49 per liter. അത്രയും കമ്പനി പറയുന്നുണ്ട്. ആവറേജ് കിട്ടണുണ്ട്. ശരിക്കും ഇപ്പം നിങ്ങളുടെ സെഡാൻ എന്ന് പറഞ്ഞ് പ്രോപ്പർ സെഡാൻ ഇതല്ലേ ഉള്ളൂ ഇപ്പം ടൊയോട്ട സെഡാൻ എന്ന് പറയുന്നത്? അതെ അതെ, 2.5 ലിറ്ററിൽ സെയിം പവർ പറയുമ്പോൾ കമ്പൈൻഡ് ആയിട്ടാണ്. 230 രണ്ടിനും കമ്പൈൻഡ് ആയിട്ട് വരുന്നത്. 230 PS കിട്ടുന്നുണ്ട്. നമുക്ക് ഹെഡ് ഓൺ ഡിസ്പ്ലേയിൽ ഡ്രൈവിംഗ് മോഡും സ്പീഡും പിന്നെ നമുക്ക് അഡാസിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നതാണല്ലേ? അഡാസ് കിട്ടും. പിന്നെ നാവിഗേഷൻ ആണെങ്കിൽ അതും കയറി കാണിക്കുമല്ലേ? ഡയറക്ഷൻസ് കാണിക്കും. ഗ്രൗണ്ട് ക്ലിയറൻസ് പഴയ ക്യാബിനെ അപേക്ഷിച്ച് 170 സെയിം ഇതിലാണ്. പിന്നെ സ്വിച്ചസ് ഒക്കെ കൂടുതൽ ഫിസിക്കൽ സ്വിച്ചസ് ആണ്, മറ്റേ ടച്ചിലോട്ട് ഇതിലോട്ട് കാര്യങ്ങൾ വരാൻ കൊടുത്തിട്ടില്ല. ആക്ച്വലി ഇതിന് ബെറ്റർ. നമ്മുടെ ഈ ഇതിലോട്ട് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ, നമുക്ക് ചേഞ്ച് ചെയ്യാനും ഡ്രൈവ് ചെയ്യുമ്പോഴേ ഇത് ഭയങ്കര ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. കംപ്ലൈൻസും കുറയും. സീറ്റായാലും 10 വേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല മുമ്പത്തെ. 8 വേ ആയിരുന്നല്ലേ? ലംബ സപ്പോർട്ടും ഒരു വന്നങ്ങനെ 8 വേ എന്നുള്ള 10 വേ ആക്കി. 9 JBL സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. രണ്ട് ഇത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്? മെമ്മറി തന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മെമ്മറിയിൽ അഡ്ജസ്റ്റ് ചെയ്തോ. ഇതിപ്പോൾ ടിൽറ്റബിളും ടെലിസ്കോപ്പിക്കും അല്ലേ? നമുക്ക് ഒറ്റ വേരിയന്റ് അല്ലേ വന്നുള്ളൂ? ഒറ്റ ഓപ്ഷനിലുള്ളൂ. കളേഴ്സ് ഏതൊക്കെ വന്നതിൽ? കളേഴ്സ് റെഡ്, ഒരു മെറ്റാലിക് ഗ്രേ വരുന്നുണ്ട്, പിന്നെ വൈറ്റ്, ബ്ലാക്ക് വരുന്നുണ്ടല്ലേ? ഇത് ശരിക്കും ഒരു ഷോഫർ ഡ്രിവൺ കാർ എന്നുള്ള രീതിക്കാണല്ലോ. ഡ്രൈവറിനേക്കാളും കുറച്ചുകൂടി ബാക്കിലിരിക്കുന്ന ആൾക്കാരുടെ. പിന്നെ ഒരു ബോസ് സീറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ബാക്കിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. കൺട്രോൾസ് വഴി നമുക്ക് ബാക്കിൽ നിന്ന് ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിലാണ് AC കൺട്രോൾസും ബാക്കിലെ സൺബ്ലൈൻസും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ പറ്റും. ബാക്കിൽ സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാം, റിക്ലൈൻ ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്. മ്യൂസിക്കിന്റെ സൗണ്ട് ചാനൽ കാര്യങ്ങളൊക്കെ ഒക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ ഡ്രൈവർ ഡ്രൈവ് ചെയ്യണേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, മൊത്തത്തിൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ടിൽ 2 സോണും ബാക്കിൽ ഒരെണ്ണമല്ലേ? സെയിം എഞ്ചിനാ? 2.5 അല്ലേ? അതെനിക്ക് ഓട്ടോമാറ്റിക് പ്യൂരിഫൈ ചെയ്യും. ഇതിലെങ്ങനെയാ പറയാൻ പറ്റും നമുക്ക്? ഇലക്ട്രിക്കലാണ്. ബാറ്ററി ചാർജ് ടയറിലേക്ക് പോകണം. ഇപ്പൊ നമ്മൾ ബ്രേക്ക് പിടിച്ചപ്പോൾ റീജനറേഷൻ ത്രൂ ബാറ്ററിയിലേക്ക് തിരിച്ച് ചാർജ് ചെയ്യണം. ഓക്കെ,
ഇപ്പൊ വീണ്ടും തിരിച്ചു പോകും. ഒന്ന് സഡൻ കാർ എടുക്കുമ്പോ ആ റെഡ് വരുന്നതല്ലേ എഞ്ചിനിന്ന് പവർ വരുന്നത്, അതേപോലെ ബാറ്ററിന്ന് ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ലൈറ്റ് ഫുഡ് ആയിട്ട് പോകണമെങ്കിൽ മിക്കപ്പോഴും ബാറ്ററി തന്നെയാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് 2000 RPM ആക്സിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാറ്ററി തന്നെ ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് നമ്മ ആക്സിലേഷൻ എഞ്ചിൻ ഓൺ ആയത് തന്നെ ജസ്റ്റ് ആക്സിലേറ്റർ കാലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നേരെ സ്വിച്ച് ചെയ്യല്ലേ. ഓക്കെ. ഇലക്ട്രിക്കിലേക്ക് മാറും. നമ്മ എന്തെങ്കിലും ഓവർടേക്ക് ചെയ്യാനാ അങ്ങനെയുള്ള സിറ്റുവേഷൻ സഡൻ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് പെട്ടെന്ന് എഞ്ചിനിൽ നിന്ന് പവർ ചെയ്ത്. പെട്രോൾ വരുള്ളൂ, പെട്രോൾ കണക്ട് ആവും. പക്ഷെ അതിന്റെ ലാഗോ കാര്യങ്ങളൊന്നും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഫീൽ ചെയ്യണല്ലോ കേട്ടോ. ഇപ്പൊ ECVT അല്ലേ തന്നെ, പക്ഷെ നമുക്ക് നോർമൽ ECVT ചെറിയൊരു ലാഗ് പറയില്ല ആൾക്കാർ. റബ്ബർ ബാൻഡ് ഇതിനങ്ങനെ നമുക്ക് തോന്നുന്നില്ല. ആവശ്യത്തിന് പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു ലാഗ് ഫീൽ ചെയ്യണില്ല. കാല് കൊടുക്കുന്നതനുസരിച്ച് വണ്ടി ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ടെക്നോളജിയുടെ വ്യത്യാസമായിരിക്കും. സർവീസ് നമുക്ക് സ്മൈൽസ് പറഞ്ഞ പാക്കേജ് ഉണ്ട്. അത് നിങ്ങൾ എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നതല്ലേ? പാക്കേജ് തന്നെ 13,000 വരുള്ളൂ. 13,000 വരുള്ളൂ. 13,000 രണ്ട് സർവീസ് നമുക്ക്, അതായത് 2 ഇയർ 20,000 കിലോമീറ്റർ. അതിനാകെ 10,000 വരുള്ളൂ. 30,000 എന്ന് പറയുമ്പോൾ ഒരു സർവീസിനാകുമ്പോൾ ഏകദേശം ഒരു 7,000 ആ റേഞ്ചിൽ വരുന്നുള്ളൂ. അതായത് ഇത്രയും പ്രീമിയം വണ്ടിയായിട്ടും പ്രീമിയം വണ്ടിയുടെ ഓയിൽ ചേഞ്ചും ഫിൽറ്ററും ലേബറും എല്ലാം അടക്കം നമ്മൾ 2 വർഷത്തിന്, അതായത് 10,000 സർവീസിലും 20,000 സർവീസിലും നമുക്ക് നേരെ വണ്ടി കൊടുത്ത് നേരെ എടുത്തോണ്ട് പോരാം. വേറെ ഹിഡൻ ചാർജസ് കാര്യങ്ങളൊന്നും ഇല്ല. അത് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല പാക്കേജ്? 2 കൊല്ലം വെച്ച് 2 കൊല്ലം വെച്ചല്ലേ? 20,000 കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ശരിക്കും അത് ഭയങ്കര എന്താ പറയാ, വേറെ ഏത് വണ്ടി കിട്ടും അതിനെപ്പറ്റി പറയണ്ട. ഇതൊരു സുസുക്കിയുടെ വണ്ടിയുടെ മെയിൻ്റെനൻസ് കോസ്റ്റ് പിന്നല്ലാണ്ട 7,000 എന്ന് പറയുന്നത് പെർ ഇയർ. അല്ല, ഇത്രയും പ്രീമിയം ഒരു സെഡാൻ നമ്മൾ വേറെ ഇപ്പോൾ ഏത് ബ്രാൻഡ് എടുത്താലും അതുകൊണ്ട് സർവീസ് ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും നല്ലൊരു പൈസ സർവീസിന് നമുക്ക് വേണ്ടിവരും. ഇതിനിപ്പോൾ പ്രൈസ് എത്ര തന്നെ? ഇതിപ്പോൾ ഓൺ റോഡ് പ്രൈസ് വന്നത് 5 ഇയർ വാറണ്ടി അടക്കം 61 അല്ലേ? 5 കൊല്ലം വാറണ്ടി ഉണ്ടോ വണ്ടിക്ക്? ബാറ്ററിക്ക് പിന്നെ 8 കൊല്ലമാണ് വാറണ്ടി. 8 കൊല്ലം വാറണ്ടി. 160 കിലോമീറ്റർ, 1,60,000 കിലോമീറ്റർ. ഓ, ശരിക്കും ലെജൻഡറൊക്കെ എടുക്കാൻ അതിനേക്കാളും വില കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഏകദേശം ആ സെയിം റേഞ്ചിൽ തന്നെ വരും. അതിൽ പറഞ്ഞ 25 ആവറേജ് കിട്ടിയില്ല. അത് കിട്ടില്ല. 23 കിട്ടിയാൽ മതി. പിന്നെ ഇത്ര വലിയ വണ്ടിക്ക് 20 എബോവ് എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ? ഡ്രൈവിലൊക്കെ ശരിക്കും ഇപ്പോൾ ഈ പോണതൊക്കെ കംപ്ലീറ്റ് ഇലക്ട്രിക് ആണല്ലേ? നമ്മളിപ്പോൾ ഈ ഡ്രൈവ് ചെയ്തതിലൊരു 30% ചിലപ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ സമയം തന്നെ എഞ്ചിൻ അത്രയും തേയ്മാനം വരുന്നുള്ളൂ. വേറെ അത്രയും കുറവാണ്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഓയിലിന്റെ കൺസപ്ഷൻ ഒക്കെ കുറവാണ്. ആ സമയം ബാറ്ററി ഇലക്ട്രിക്കലി പോകുമ്പോൾ അതൊന്നും മഞ്ഞില്ല. നമ്മൾ ആക്സിലേറ്റർ എന്തോരം പുഷ് ചെയ്യണതനുസരിച്ചാണ് അത്രയും വരുള്ളൂ, എഞ്ചിനോട് സ്വിച്ച് ആവുന്നുള്ളൂ. അതിപ്പോ ഹൈബ്രിഡ് സ്പോർട്ട് മോഡ് ഇട്ടാലും മൈലേജ് കിട്ടും. സഡൻ കൊടുക്കുമ്പോൾ മാത്രമേ എഞ്ചിൻ പെട്രോൾ കണക്ട് ആവുള്ളൂ. ശരി, ഇങ്ങനെ ഇത്ര ട്രാഫിക്കിൽ പോകുമ്പോൾ ഇത്ര സിറ്റി ഡ്രൈവ് കൂടി ഒന്ന് എടുത്തത് ശരിക്കും അത് ഭയങ്കര ഇതുണ്ട്. കാരണം നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ പെട്രോൾ എത്തി പോകുന്നത് ഇങ്ങനെ കിടന്ന് ബ്ലോക്കിൽ പോകുമ്പോൾ, ഐഡിയലായിട്ട് കിടക്കുമ്പോഴും ഈ പറഞ്ഞ ചെറിയ ഗിയറിൽ പോകുമ്പോഴും. അഡാസിലപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഫീച്ചേഴ്സ് തന്നെ? അഡാസ് ശരിക്കും ടൊയോട്ട സേഫ്റ്റി സെൻസ് 3.0 എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങിലാണ് വന്നത്. നിങ്ങളുടെ നെയിം ഉണ്ടെന്നാണല്ലോ അഡാസിന്? ടൊയോട്ടയുടെ TSS എന്ന് പറയുന്നത്. TSS അല്ലേ? ഓക്കെ. അതിലിപ്പോ നമുക്ക് ഇതിലിപ്പോ ക്യാമറയിൽ വന്നത് ലെയിൻ റേസ് അസിസ്റ്റ് വരുന്നുണ്ട്, ലെയിൻ ഡിപ്പാർച്ചർ അലർട്ട് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ പ്രീ കൊളിഷൻ അലർട്ട്, നമ്മൾ സഡൻ എന്തെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് വരും. പിന്നെ ഡൈനാമിക് റഡാർ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. അതായത് നമുക്ക് ഫ്രണ്ടിലുള്ള വണ്ടികൾ ക്രൂയിസ് കൺട്രോൾ ഇട്ടാലും നമ്മൾ നോർമൽ ക്രൂയിസ് കൺട്രോൾ ആണെങ്കിൽ ഫ്രണ്ടിൽ വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡ്, ഇപ്പോൾ അവർ സ്പീഡ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ സ്ലോ ഡൗൺ ആവും. പിന്നെ അവിടെ നിന്ന് അവർ സ്പീഡ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നോർമൽ ഇപ്പോൾ 40 കിലോമീറ്റർ മൈലാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് സ്പീഡ് ആയിക്കോളും. ഇതിന് ഫ്രണ്ടിൽ ക്യാമറയും പ്ലസ് റഡാറും കൂടി വരുന്നുണ്ടല്ലേ? യൂണിറ്റാണ് റഡാർ സിസ്റ്റം. റഡാർ പ്ലസ് കമ്പനി ക്യാമറ. ഓക്കെ. ക്യാമറ മറ്റേ 360 TSS ന്റെ മെയിൻ വരുന്നത്. പിന്നെ ഹെഡ് ലാമ്പിൽ ഓട്ടോ ഹൈ ബീമും വരുന്നുണ്ട്. പ്രീവിയസ് ജനറേഷൻ കുറച്ചുകൂടി റൈഡ് ക്വാളിറ്റി ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് തോന്നണം അല്ലേ? ഈ ബംസ് ഒക്കെ ശരിക്കും നന്നായിട്ട് നല്ല രീതിയിൽ അബ്സർവ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ക്യാബിൻ ഇൻസുലേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നണം അല്ലേ? വേണമെങ്കിൽ കാര്യം വെച്ചാൽ വണ്ടി കയറിക്കോളും, സംഭവം ഇല്ല. അത്രേ ഉള്ളൂ. ഞാൻ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാ അറിയാൻ വേണ്ടിട്ട്.
ശരിക്കും നമ്മളങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ ഫീൽ ഉണ്ട് ശരിക്കും. പക്ഷെ ഇപ്പോഴും ഫുൾ ത്രോട്ടിലൊന്നും കൊടുത്തല്ലോ, വെറുതെ ഒരു ഇത്തിരി കൊടുത്തുള്ളൂ. അത്യാവശ്യം പെർഫോമൻസ് നോക്കുമ്പോൾ ഹൈബ്രിഡിനും ബാറ്ററിയുടെ മൈലേജ് കാര്യങ്ങൾ കിട്ടാനും സ്പോർട്ട് തന്നെ നല്ലത്. ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറഞ്ഞ പോലെ മൈലേജ് വേണമെങ്കിൽ മൈലേജ് ഉണ്ട്, അത്യാവശ്യം പവർ കിട്ടിയാൽ ഓടിക്കണമെങ്കിൽ അതും ഉണ്ട്. ശരിക്കും അടിപൊളി ചോയ്സ് ഉണ്ടോ ക്യാമറ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രീമിയം വണ്ടി 60 ലാഖിൽ ഇത്രയും വേറെ ബ്രാൻഡിലേക്ക് നോക്കാലോ എന്ന് പറയുമ്പോൾ അല്ല, ഇത്ര എഫിഷ്യൻ്റ് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. ഏത് വണ്ടി എടുത്താലും നമുക്ക് ഇത്ര എഫിഷ്യൻ്റ് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ പിന്നെ സർവീസും കാര്യങ്ങളും മെയിൻ്റെനൻസ് അതിനെപ്പറ്റി തലകാനില്ലല്ലോ ടൊയോട്ട ആയതുകൊണ്ട്. അതുകൊണ്ട് അപ്പൊ തന്നെ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കഴിഞ്ഞു. പ്രീമിയം ബ്രാൻഡ് ആയാലും നമുക്ക് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ സിറ്റുവേഷൻ വരുമ്പോ ഭയങ്കര വില കുറവാ. അത് പിന്നെ ടൊയോട്ടയ്ക്ക് പണ്ടേ എങ്ങനെയാണല്ലോ, ഇത് ഏത് വണ്ടിയാണെങ്കിലും അതിന്റെ പ്രൈസ് ഹോൾഡ് ചെയ്യും. ഇപ്പൊ പ്രീവിയസ് ക്യാമറ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടിയും ഡ്രൈവറിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ട്യൂണിങ്. നമുക്ക് എക്കണോമിക്കലായിട്ട് കൊണ്ടുകൊടുക്കാനും നല്ലതാണ്. ഇനി വേണ്ട നമുക്ക് ഓടിക്കണം എന്ന് തോന്നിയിട്ട് കാലിലെടുത്ത് പറപ്പിക്കാണെന്ന് വിചാരിച്ചാലും അത്യാവശ്യം വണ്ടി നല്ല. ഇപ്പൊ നമുക്ക് മാനുവലി വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും EV മോഡലിൽ. ആ മാനുവലി സ്വിച്ച് ചെയ്ത് 70 ചാർജ് വന്നിട്ടില്ല. ആ നമ്മൾ ഈ ഓർഡിനറി ബാറ്ററി അത്രയും ചാർജ് ചെയ്തു അല്ലേ? ചാർജ് ചെയ്തു. പിന്നെ നല്ല വിസിബിലിറ്റി ഇടാം വണ്ടി. നമുക്കിങ്ങനെ സെഡാൻ താഴേക്ക് ഇരുന്ന് അങ്ങനെ ഓടിക്കുന്ന ഒരു ഇതല്ല. ആ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലിരുന്ന് തന്നെ. ഇപ്പോൾ സെഡാൻ വൈസ് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലത് ഭയങ്കരമായിട്ട് കുഴിയിലിരുന്ന് നമുക്ക് റോഡ് ഒട്ടും കാണാൻ പറ്റേണ്ട ഓടിക്കുന്നുണ്ടാവും. ഇതെനിക്ക് അത്യാവശ്യം ബോണറ്റ് നന്നായിട്ട് കാണാം. അതും മെയിൻ കാരണം നമുക്ക് ഓടിക്കാൻ ഭയങ്കര, അതുകൊണ്ട് വലിയ ടെൻഷൻ തോന്നില്ല. ബാക്കിലെ AC വെന്റ് കൊടുത്തിട്ടില്ലേ, അത് കുറച്ച് പഴയ മോഡലിൽ തന്നെയാണ് അവർ ഇതാണ്. കുറച്ചുകൂടി ഇപ്പോൾ ഈ ഫ്രണ്ടിൽ വന്ന ഡിസൈൻ തന്നെ ബാക്കിലെ വെൻസിന് കൂടി കൊടുത്തെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ഫീലിംഗ് കിട്ടിയാണ് ആ ബാക്കിലെ വെൻസ് മാത്രം. എനിക്ക് ആയിക്കൂടി ഇപ്പോൾ നോക്കിയാൽ മൊത്തത്തിൽ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പക്ഷെ ഡ്രൈവിങ്ങിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി. അല്ല നോർമലി എല്ലാവരും പറയുന്നൊരു കുറ്റം പറച്ചിലല്ലേ, ഒന്നും പറയാല്ലെങ്കിൽ അവസാനം പറയാം ടൊയോട്ട ഡ്രൈവേഴ്സ് കാറല്ല, ഓടിക്കാൻ രസമില്ല എന്ന് പറയും ആളുകൾ. ഇപ്പോൾ നമ്മൾ ഫോർച്യൂണറിൽ ഇപ്പോൾ ലെജൻഡർ ആയാലും ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യണ വണ്ടിയാണ് ആ സെഗ്മെന്റിൽ. കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുറ്റം പറയുമ്പോൾ അത് ഫീച്ചേഴ്സ് ഇല്ല കാര്യങ്ങളില്ല എന്ന് പറയും. ആ ഈ പറയണവര് കാശിട്ട് ഉടനെ പോയി വാങ്ങും ചെയ്യും വേറെ കേസ്. 50 ലക്ഷം 60 ലക്ഷം ആ ഉടനെ പോയി വാങ്ങും. അത് ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റാണ്, ബ്രാൻഡിന്റെ പേരിലുള്ള വിശ്വാസമാണ് അത്. ബാക്കി ഏത് വണ്ടി എടുത്താലും ടൊയോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാന്ന് പറയില്ലേ, അതാണ് അതിന്റെ വ്യത്യാസം.